ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു പൊതിച്ചോറുണ്ടാക്കിയാലോ. പൊതിച്ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് നെസ്റ്റോയിൽ നമ്മൾ വാഴയില വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 0.9 ദിറംസ് ആയിരുന്നു കേട്ടോ. വാഴയിലേക്ക് 4 വാഴയിലയായിരുന്നു ഒരു പാക്കറ്റിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പം ആദ്യം തന്നെ നമ്മൾ വാഴയില വാട്ടിയെടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സോയാബീൻ, മുട്ട വറുത്തത്, ചമ്മന്തി, അച്ചാറ്, മീൻ വറുത്തത്, തോരൻ, മോരുകറി, ഇത്രയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ന്യൂസ് പേപ്പർ ഇല്ലാത്തതുകൊണ്ട് പാഷൻസിൻ്റെ ഈ പരസ്യത്തിൻ്റെ വരുന്നുണ്ടല്ലോ, ആ സാധനമാണ് നമ്മൾ പൊതിയാനായിട്ട് എടുത്തിട്ടുണ്ട്. എന്തായാലും വാഴയില ഇട്ടു. നല്ല വെള്ളയരി ചോറാണ് കേട്ടോ വെക്കുന്നത്. അപ്പം അത് നമ്മൾ ആദ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ കഴിക്കാൻ വരുമ്പം ചേട്ടന് കൊടുക്കാനും പിന്നെ എനിക്കും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു പൊതിച്ചോറ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിനി ഓരോരോ കറികളായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ സോയാബീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. സോയാബീൻ അത്യാവശ്യം ഒരു ഫ്രൈ പോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ചേട്ടന് ഫ്രൈ ആണ് ഇഷ്ടം, സോ ഫ്രൈ നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്യാരറ്റ് തോരനാണ് കേട്ടോ, ക്യാരറ്റും തേങ്ങയും കൂടി ഇട്ട തോരനാണ് പിന്നെ നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളൊരു മീൻ വറുത്തത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ പൊതിച്ചോറി ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത സാധനമായ അച്ചാറും ചമ്മന്തി, പിന്നെ നമ്മുടെ മെയിൻ താരം മുട്ട വറുത്തതും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ടാസ്ക് ആയിരുന്നു പൊതിയാനായിട്ട്. എന്തായാലും ഞാൻ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേട്ടൻ്റെ റിയാക്ഷൻ കാണാം. മുട്ട വറുത്തത്, സോയാബീൻ, മുട്ട എടുത്ത് മാറ്റി ചമ്മന്തി, തേങ്ങാ ചമ്മന്തി, ചുട്ടരച്ച ചമ്മന്തി, ചമ്മന്തി, ക്യാബേജ് തോരൻ, മാങ്ങ അച്ചാറ്, സോയാബീൻ, മീൻ വറുത്തത് പ്ലസ് മോരുകറി. നമുക്ക് കഴിച്ചു നോക്കിയാലോ. ഈ മുട്ടയും കൊണ്ടെടുത്തിട്ട് ഈ ചമ്മന്തി വെച്ച് തോരനും വെച്ച് അച്ചാറ്, സോയാബീൻ, മീൻ പിന്നെ കഴിക്കില്ല. കൊള്ളാം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.